ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങൾ എൻ്റെ എണ്ണ വാങ്ങിയിട്ട് തേക്കുന്നക്കെല്ലാം ഞാനൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുക്കാനേ. അപ്പോൾ ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാനെല്ലാം കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഞാൻ എണ്ണ എങ്ങനെ ഞാൻ ബോട്ടിലാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ടേ. ഞാനിപ്പോൾ എണ്ണ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാം ഞാനൊരു തുണി വെച്ച് അരിച്ചിട്ട് പിന്നെ ഒരു രണ്ട് എന്താ പറയുക 2 ക്യാനിൽ ഒഴിച്ച് വെക്കും. മൊത്തം തണിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ബോട്ടിലിൽ ഇങ്ങനെ, കാരണം ഒരു തുള്ളി എണ്ണ മറിയാതെ രൂപത്തിൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഉണ്ടാ ഇങ്ങനെ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കും. ഇത് 250 ബോട്ടിലാണ്. ഒരു സംശയവും വേണ്ട, ആർക്കും ഒരു സംശയവും വേണ്ട. ഒരു പൊടി കുറക്കുകയോ ഒന്നും ചെയ്യൂല. കൂട്ടുക എന്നല്ലാതെ എന്തൊരു സാധനം, ഞാൻ അച്ചാറായിക്കോട്ടെ എണ്ണ ആയിക്കോട്ടെ, അത് തൂക്കത്തിൽ കൂട്ടുക എന്നല്ലാതെ ഞാൻ കുറക്കൂല. ആദ്യമെല്ലാം ഞാൻ ഫസ്റ്റെല്ലാം ഞാൻ സാധനം ഇങ്ങനെ അച്ചാറെല്ലാം ഉണ്ടാക്കുമ്പോൾ എത്രയോ എൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുള്ളുണ്ട്. അന്ന് എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇന്ന് പഠിച്ചോ സഹായിച്ചിട്ട് എല്ലാം ഞാൻ പഠിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ച്, ആരും എന്നെ പഠിപ്പിച്ചല്ല, സ്വന്തം ഞാൻ പഠിച്ച് വന്നത് തന്നെയാണ്. എൻ്റെ മനസ്സറിഞ്ഞിട്ട് ഞാൻ പഠിച്ച് വന്ന. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ എണ്ണ കാച്ചൽ എങ്ങനെ പഠിച്ചു? പക്ഷേ ഞാൻ എങ്ങനെയും പഠിച്ചതല്ല, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കി. എല്ലാവർക്കും ചെയ്യാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടും നമ്മുടെ വീട്ടിൽ നമ്മളെ സ്വന്തം മക്കൾക്കും മക്കളെ മക്കൾക്കെല്ലാം അത് നല്ല ഒരു ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. അത് എന്തും തന്നെ നമ്മളിപ്പോൾ ഒരു കുറുകാനായാലും എന്തൊരു കാര്യമായാലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അതിന് ഞാൻ എപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എന്തൊരു കാര്യം തന്നെ, ഒരു ഫുഡായിക്കോട്ടെ, ഞാനൊരു ഫുഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കലില്ല. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കലില്ല. എന്തൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഞാനത് പുറത്ത് കൊടുക്കലുള്ളൂ. കാരണം എന്തു തന്നെ ഫുഡായാലും എന്തു തന്നെ ഞാൻ ഉണ്ടാക്കിയാലും ആദ്യം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഞാനത് പുറത്ത് കൊടുക്കുള്ളൂ. ഞാനൊരു ഫുഡായാലും അത് ആദ്യം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ മക്കൾക്ക് വരെ ഞാൻ കൊടുക്കുള്ളൂ. കാരണം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംഭവിച്ചതിന് ശേഷമല്ല മറ്റുള്ളവർക്ക് സംഭവിക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതൊന്നും ഞാൻ എന്നാലും എടുത്തൊരു കഴിവല്ല, പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, പഠിച്ച റബ്ബ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്നറിയാം. പക്ഷെ ഇങ്ങനെയുള്ള പക്ഷെ നമുക്ക് ഇതിൽ ഉലുവയും കരിഞ്ജീരകമെല്ലാം ചേർക്കാൻ പറ്റും, ഉള്ളിയെല്ലാം ചേർക്കാൻ പറ്റും. പക്ഷെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു മണം വേറെ ലെവൽ വരും. പിന്നെ അതൊന്നും വേണ്ട, നമുക്ക് കറ്റാറുവായും നെല്ലിക്കയും തന്നെ ഉണ്ടെങ്കിൽ തന്നെ പച്ചറമ്പ് നമുക്ക് നമ്മളെ മുടിക്ക് നല്ലൊരു അനുഭവം കിട്ടും. പിന്നെ താരണം പോകാനാണ് നമ്മൾ വേപ്പിൻ്റെ ഇല, നെല്ലിക്ക, ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഒന്നും തന്നെ ഈ എണ്ണ വാങ്ങിയിട്ട് തേക്കുമ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഇന്നെല്ലാം പേക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് പേക്ക് ചെയ്യുമ്പോൾ പിന്നെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ വേഗം നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നത് പോസ്റ്റ് വഴി അയക്കാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ ഇതുവരെ പോസ്റ്റ് വഴി ഞാൻ അയച്ചിട്ടില്ല. അതൊന്ന് നോക്കി നോക്കണം, എങ്ങനെയാണ് അവരെ ചാർജ് കുറവുണ്ടോ, അല്ലെ അവർക്ക് ആ സാധനം കൃത്യമായിട്ട് കിട്ടുമോ, പിന്നെ എന്നെല്ലാം നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ അവരൊരു പ്രതീക്ഷയിൽ എനിക്ക് ഒരു പൈസ എനിക്ക് കിട്ടാന്ന് കഴിഞ്ഞാൽ ഞാൻ ആ സാധനം അയച്ചു കൊടുത്തതിന് അവർക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായി പോരാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ഫുള്ള് എങ്ങനെ പേക്ക് ചെയ്യുന്നു, ഞാൻ എങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, അപ്പോൾ എങ്ങനെയാണെന്നെല്ലാം ഞാൻ മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ 1 കൊല്ലമല്ല 2 കൊല്ലമായാലും എണ്ണ ഒന്നും ആവില്ല. എണ്ണൻ്റെ മണം പോയിട്ട് എണ്ണ കാറലുവരെ വരില്ല. അതൊരു ഉറപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും നമ്മൾ ഗ്യാസും വന്ന് അടുപ്പിൽ നിന്നെല്ലാം ബന്ധ എണ്ണ പിന്നെ നിര വരുന്നത് നമ്മളെ സഹായിക്കും. നമ്മളെ മുടി നിര വരുന്നത്, നരച്ച മുടിയും അത് മാറുമെന്ന് എനിക്കറിയില്ല. എന്നാലും പടച്ചറപ്പ് നമുക്കെല്ലാം കൊണ്ടും നല്ല ഒരു രീതിയിൽ അനുഗ്രഹത്തോട് കൂടിയിട്ട്
എല്ലാവർക്കും ഈ എണ്ണ വാങ്ങി തേക്കാൻ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ 900 റുപ്യ വരെ എനിക്ക് ഈ എണ്ണക്ക് വാങ്ങാം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യൂല. ഇൻഷാല്ലാ സാധനത്തിന് വില കൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടിയല്ലേ പറ്റൂ. അപ്പം ഇൻഷാല്ലാ ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആർക്കാണ് ഈ എണ്ണ വേണ്ടുന്നത് അവർ എന്നെ വിളിക്കുക. ഞാൻ എൻ്റെ നമ്പറിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരും. 400 രൂപ എണ്ണക്കും 50 രൂപ ഒരു ബോട്ടിലിന് കൊറിയർ ചാർജുമാണ് ഈ എണ്ണക്ക് വരിക. അപ്പം ആരും മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. എല്ലാവരും കാണുക, കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പഠിച്ച റബ്ബിന് എനിക്ക്. കാരണം എനിക്കിപ്പോൾ 55 വയസ്സാണ്. ഈ 55 വയസ്സിൽ ഞാൻ ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട ഒരു പ്രായം. പക്ഷെ നമുക്ക് അതിൻ്റെ ഇതില്ല. നമുക്കൊരു 10 റുപ്യ നമ്മളെ കൈമിൽ കിട്ടണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്തേ പറ്റൂ. നമുക്ക് പുറത്ത് കഴിഞ്ഞിട്ട് പണിയെടുക്കാൻ മടിയില്ല ആൾക്കാർ. നമ്മളെന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് നമ്മൾ ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവരും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെല്ലാം എണ്ണ വാങ്ങി തേക്കുക. പക്ഷെ അത് നമുക്കൊന്ന് ബോട്ടിലൊന്ന് ഫുള്ളാക്കാം. പിന്നെ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാ, ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എണ്ണ കാച്ചാൻ 20 കൊല്ലം ആയിനെങ്കിലും എണ്ണ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു 5-8 മാസമായിട്ടും പുറത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഞാൻ കണ്ണൂർ സ്റ്റാളിൽ കുടുംബശ്രീയുടെ സ്റ്റാളിൽ പോയി. പെരുന്നാളിൻ്റെ അന്നാണ്, പെരുന്നാളിൻ്റെ പിന്നെ സ്റ്റാളിലുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ സ്റ്റാളിൽ പോയാലോ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷെ അത് പിന്നെ നമ്മളാരുമല്ല, നമ്മളൊരു മുസ്ലിം തന്നെയാണ്. അവൾ പയ്യാമ്പലം ബീച്ചിലാണ് താമസിക്കുന്ന വലിയ ഒരു കോടീശ്ശേരി അവൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കോടീശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോടീശ്ശേരിയാണ്. എൻ്റെ മുമ്പിൻ്റെ സ്റ്റാളിൽ വന്ന് നമ്മളൊരു പരിചയപ്പെട്ട് അങ്ങനെ എല്ലാം കൂടി അടുത്ത് കഴിഞ്ഞ് ഓൾ നമ്മളോട് സാധനം അച്ചാറെല്ലാം വാങ്ങി പോയി കഴിഞ്ഞേരം ഓൾ എന്നോട് പറഞ്ഞ്, റംത നിങ്ങൾ കണ്ണൂരിനെ നിങ്ങളെ പെരക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്ക് എന്താ എൻ്റെ പെരക്ക് വന്നിട്ട് എൻ്റെ ലോഡ്ജിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് നിന്നൂടെ? ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ് മലേഷ്യയിലാണ്, എൻ്റെ മക്കൾ 2 പഠിക്കുന്നതാണ്. അതുകൊണ്ട് മക്കളൊന്നും ഡോക്ടറോ ഒന്ന് എഞ്ചിനീയറോ ആകുമ്പോൾ 2 ആൺകുട്ടികളാണ്. ഞാൻ എന്തോ എൻ്റെ മുമ്പിൽ അവളിയാറ്റം വരുമ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ധൈര്യം പറയാന്നേ. അപ്പോൾ നമ്മളെല്ലാം ഒരുപാട് കുടുംബശ്രീ ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞ് സാധനം വാങ്ങിക്കഴിഞ്ഞിട്ട് അവൾ വാങ്ങിയിട്ട് പോയിട്ട് രണ്ടാമതോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏടിയും പോകണ്ട, ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ വരാം, നിങ്ങൾക്ക് ഞാൻ വണ്ടി അയക്കും, എൻ്റെ ഫ്ലാറ്റിൽ വരാം. അപ്പോൾ എൻ്റെ അപ്പുറം ഇപ്പുറം ആൾക്കാരെല്ലാം ചോദിച്ചു, നിങ്ങൾ പോകുന്നുണ്ടാ, നിങ്ങളെങ്ങനെയാണ് പരിചയമില്ലാതെടുത്ത് പോവുക? ഞാൻ പറഞ്ഞ അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോൾ ഇതെന്താ ഇപ്പോൾ നമ്മൾ സ്റ്റാളിൽ വരുമ്പോൾ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ഞാൻ ഓളെ വണ്ടി അയച്ച് ഞാൻ 7 മണിക്ക് ഓളെ ഫ്ലാറ്റിൽ പോയി. ഓളെ ഫ്ലാറ്റിൽ പോയിട്ട് ഓളെ ഒരു പെരുമാറ്റം, ഓളെ ഒരു സ്വീകരണം പഠിച്ച റബ്ബേ എനിക്ക് പറയാൻ പോരാ. സ്വന്തം നമ്മൾ പറയുക ഒരു ഉമ്മയും മോളും എങ്ങനെയാണ് കിടക്കുക അതുപോലെ ഓളെ ബെഡിൽ നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഉറങ്ങി സംസാരിച്ച് ഉറങ്ങി നമ്മളെല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ എന്തോ എന്നോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. എന്നിട്ട് എന്നോട് പറയുള്ളൂ, റംലിത്ത നിങ്ങൾക്ക് റംതാത്താന്ന് വിളിക്കുക, റംതാത്ത ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ട നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരൂ, നിങ്ങൾ നല്ല ഉയർച്ചയിൽ എത്തണം, നിങ്ങൾ ബേക്കോട്ട് പോകാൻ വേണ്ട മുമ്പോട്ട് തന്നെ വരണം, നിങ്ങളെ ബേക്കിൽ സപ്പോർട്ട് നമ്മളെല്ലാം ഉണ്ട് എല്ലാം പറഞ്ഞ് ഞാൻ പിറ്റേ രാവിലെ നാസ്തയെല്ലാം കഴിച്ച് എന്നെ 8:45 ഓളെന്നെ പിന്നെ സ്റ്റാളിൽ കൊണ്ടാക്കി തന്നു. സ്റ്റാളിൽ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് ഡ്രസ്സ് മാറി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്നിട്ട് ഞാനത് എങ്ങോട്ടേക്ക് വന്ന് ഇപ്പോഴും എന്നെ ആ പെരുന്നാൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ മുതൽ ഇപ്പോഴും എന്നെ റംതാത്താന്നൊരു വിളിയുണ്ട്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഓളടുത്ത് പോയി കഴിഞ്ഞാൽ ഓള് ഫുഡ് എന്താ വാങ്ങേണ്ടതാണ്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചിക്കനും മുട്ടയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഓക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓളെ ഫ്ലാറ്റിൽ പോയാൽ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് മൊത്തം കറങ്ങി പിടിച്ച് നമ്മളെ പയ്യാമ്പലം ബീച്ച് ലാസ്റ്റ് ഒരു കല്ലുമ്മക്കായി പോയിക്കുന്ന സ്ഥലമുണ്ട്, അടിപൊളി കല്ലുമ്മക്കായി പോയിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് കല്ലുമ്മക്കായും അത് ഒരു ഓട്ടോ ഡ്രൈവർക്ക് വരെ ഓള് ചെയ്തു കൊടുക്കും. ആർക്കും തന്നെ ഓള് ഭക്ഷണം കൊടുക്കാനോ ഓളെ സ്വീകരിക്കാനോ ഓളെ ഇങ്ങനെ പെരുമാറാനോ ഒരാളോളെ പഠിപ്പിക്കണ്ട.
അത്രയും നല്ല ആൾക്കാർ നമുക്ക് ഈ ദുനിയാവിലുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ നല്ല മനസ്സെന്ന് നിലനിൽക്കട്ടെ, അള്ളാഹുവിനെ ദുആ ചെയ്യാം. പക്ഷേ നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ദിവസവും ഓള് റംതാത്താന്നിലൊരു വിളി എന്നെ വിളിക്കും. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഞാനൊന്നും എൻ്റെ ആരുമല്ല, ഒന്നുമല്ല. പക്ഷേങ്കിൽ നിങ്ങളെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് എന്നും ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നിട്ടില്ലെങ്കിലും എനിക്കൊരു സ്നേഹം മതി. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ എന്നും എല്ലാവരോടും പറയും, എനിക്ക് ബയ്യും പിന്നും ഫുള്ള് സപ്പോർട്ടിന് ആൾക്കാരുണ്ട്, പറഞ്ഞു തരാനും എന്നെ സ്നേഹിക്കാനും. ആ ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും എനിക്കുണ്ട്. കാരണം എൻ്റെ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന ഗ്രൂപ്പ് ഭയങ്കര ഗ്രൂപ്പാണ്. എല്ലാവർക്കും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല, ഒരു വിരോധവുമില്ല. ഞാൻ അവർക്കൊന്നും ആർക്കും ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാവർക്കും എന്നോട്, നമ്മൾ ജില്ലാ വ്യവസായ ഓഫീസർക്ക് വരെ സ്നേഹമാണ്. ഞാൻ എല്ലാവരും എൻ്റെ ഒരാങ്ങള, എൻ്റെ മക്കൾ, എൻ്റെ അനിയത്തിയാറ് എന്ന് മാത്രം ഞാൻ കരുതുന്ന ഒരാളാണ്. അതായത് ജാതി ഭേദം അതൊന്നുമില്ല. എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. എൻ്റെ ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പ് കഴിച്ചിട്ട് എനിക്ക് 2 ഗ്രൂപ്പ്, ഒന്ന് എൻ്റെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പ്, ഒന്ന് എൻ്റെ ജില്ലാ വ്യവസായൻ്റെ ഈ ഒരു ഗ്രൂപ്പ്, ടേസ്റ്റ് ഓഫ് കണ്ടുവരുന്ന ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പും എൻ്റെ ഗ്രൂപ്പ് ഒരുപാടുണ്ട്. ഈ 2 ഗ്രൂപ്പും കഴിച്ചിട്ട് എനിക്കെല്ലാം എന്ന് വെച്ചാൽ അത്രയും എന്നെ എല്ലാവരും എന്നെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതന്നെ എൻ്റെ വലിയ ഭാഗ്യം. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഒരു ഫിനിഷേ, പിന്നെ ഒരു എയർ ഫുഡിൻ്റെ ഉണ്ട്, ഞാൻ ഒരു പേര് എനിക്കറിയില്ല, എന്നാലും ഓനോട് വിളിച്ച് ചോദിക്കും, ബിനീഷിനോട് ചോദിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഞാൻ പറയാം, ഒരു ആൾക്കാരും പയ്യനുണ്ട്, ഓനോട് വരെ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം. എന്താണെന്നറിയാം, എന്തുകൊണ്ടെന്നറിയാം, അവർക്ക് എന്നോടും അങ്ങനെ, എനിക്ക് അവരോടും അങ്ങനെ. അതിൽ ജാതി ഭേദം അതൊന്നുമില്ല. ഞാൻ പൊതുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു അണ്ണാച്ചി ആയിക്കോട്ടെ അവരോട് വരെ എനിക്കൊരു മതഭേദം ഇല്ലാതെ ഒരാളാണ്. ഞാൻ എന്തൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഞാൻ കഴിക്കും. ഞാൻ എന്തും തന്നെ എൻ്റെ ഒരാൾക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം എടുത്ത് വിൽക്കാൻ പോകുമ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ മട്ടന്നൂർ ഹോസ്പിറ്റലിൽ എല്ലാവരും ഞാൻ പോകും. ആർക്ക് എന്തെങ്കിലും ഒരു അസുഖമില്ല, പ്രസവമാടിൻ്റെ അടുത്തല്ല ഒരു ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട്, ഞാൻ അവരാ വിഷമം കഴിയുന്നേരം അവിടെ നിൽക്കാൻ ഒന്നും കൊടുക്കാൻ കഴിയൂല, എൻ്റെ അടുത്തൊന്നുമില്ല. എന്നാലും എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ അവിടെ ചെയ്യും. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പഠിച്ച റബ്ബ് നമ്മളെല്ലാവരുടെ കൽബും അവ നന്നാക്കി തരട്ടെ. നമുക്ക് വേറൊന്നും വേണ്ട, നമ്മളെ ആ മനസ്സില്ല, അത് നമുക്ക് വിശാലമായ കൽബോടുകൂടി അള്ളാഹു നമ്മളെ മരിപ്പിച്ച് തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് ജാതി മതമായാലും നമ്മൾ ഒന്ന് മാത്രം പ്രാർത്ഥിക്കുക, നമ്മളെ ഹൃദയം, ആ ശുദ്ധ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഈടി പരാജയപ്പെട്ടു പോകില്ല. ഇപ്പം ഞാൻ എൻ്റെ പുറത്തിറങ്ങുന്ന എൻ്റെ കയ്യിലൊരു 10 പൈസയില്ല. അപ്പോൾ ഈ ഒരു എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 400 രൂപ കിട്ടൂലേ? ഒരു കുപ്പി അച്ചാർ കൊടുത്താൽ എനിക്കൊരു 100 രൂപ കിട്ടൂലേ? അപ്പം ഞാൻ എവിടെയും ബുദ്ധിമുട്ടില്ലല്ലോ. അത്രയും ഞാൻ കരുതുന്നുള്ളൂ, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എനിക്ക് വലിയ മുതലാഴ്ചയാണ്, വലിയ ആർഭാടായിട്ട് ജീവിക്കണം, അങ്ങനത്തെ ഒരാഗ്രഹം എനിക്ക് ഈ ഒരു ദിവസം തന്നെ എനിക്ക് ഉണ്ടായിട്ട് ഇനിയൊട്ടും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ അന്നാല കഴിയുന്ന എല്ലാ കാര്യങ്ങളും പണം കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റും. അപ്പം അത്രയും എനിക്ക് പറയാൻ പറ്റും. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക, എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ചെയ്താൽ ഞാൻ ചെറിയ രൂപത്തിൽ നിങ്ങളെത്ര ജീവിച്ചു പോയി. വലിയ ആഗ്രഹമൊന്നുമില്ല. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഒരാഗ്രഹമുണ്ട്, ആരെ കൊണ്ടും പറയിപ്പിക്കാണ്ട് ചെയ്യും. അപ്പം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 20 വർഷമായി. ഞാൻ ഇന്ന് വരെ ഒരാളെ കൊണ്ട് ഒരു വടക്ക് പറയിപ്പിക്കാൻ പോയിട്ടില്ല. ഇനിയൊട്ടും അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹമില്ല. എനിക്ക് ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാനാണ് എൻ്റെ ഒരാഗ്രഹം. എന്ന് വെച്ചാൽ അതിൽ ഞാൻ പഠിച്ചറബാൻ അനുഭവിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്കും വേണം, എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കും ഉണ്ടാവും. എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളെ മക്കൾക്കും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും പഠിച്ചത് നല്ല ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. ആരെന്നെ സ്നേഹിച്ചില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കും. ആരെന്തെന്നെ പറഞ്ഞാലും അത് ഞാൻ മറുപടി പറയണ്ട. അപ്പം പഠിച്ചവൻ കാണുന്നുണ്ടല്ലോ, പഠിച്ചവൻ അറിയുന്നുണ്ടല്ലോ, ഞാനെന്തിനു മറുപടി പറയണോ? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാൻ പോകുന്നില്ലല്ലോ. പക്ഷെ പഠിച്ചവൻ അറിഞ്ഞാൽ മതി. പക്ഷെ ഇത്ര കഴിവ് അള്ളാഹ് എനിക്ക് തന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറം ജീവിക്കാനുള്ള കഴിവ് അള്ളാഹ് എനിക്ക് തരും. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു എണ്ണ ലീക്കൊന്നുമില്ല, എവിടെ വേണമെങ്കിൽ നമുക്ക് അയച്ചു. ഞാനിപ്പോൾ ഇത് ഇന്നലെ ഇവിടുന്ന് എന്നോട് എണ്ണയ്ക്ക് ആവശ്യപ്പെട്ട്, പിന്നെ എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർമ്മിച്ചിട്ട് പറയാം. അപ്പോൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലോ കൊറിയർ ഓഫീസിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനം അയക്കണ്ടിക്കിൽ
ഒരു ബോട്ടിൽ അയക്കണ്ടെങ്കിൽ 250 ഇപ്പോൾ കൊറിയർ ചാർജ് വേണം. അവർക്ക് എണ്ണ നിർബന്ധമായിട്ടും വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ 2 ബോട്ടിൽ എടുക്കണം, 2 ബോട്ടിൽ എടുക്കുമ്പോൾ 500 റുപ്യ. അപ്പോൾ എണ്ണനെക്കാളും പൈസ അവർക്ക് കൊറിയർ ചാർജായി വരുന്നത്. അപ്പോൾ അവർ ഇന്നലെ രാത്രിയും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എണ്ണ വേണമെന്ന് എന്താ ചെയ്യുക. ഞാൻ പറയും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനെന്താ പറയുക, ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ അയക്കാൻ പറ്റുമെന്നല്ല പറയുന്നു. അപ്പോൾ അവർ കണ്ണൂരിലെ ആൾക്കാരാണ്. അവരെ ഭർത്താവ് പിന്നെ ഇവിടെ എന്താ പറയപ്പ സ്ഥലത്തിൻ്റെ പേര്, പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഓർമ്മിച്ചിട്ട് പറഞ്ഞുതരാം. ആ സ്ഥലത്തേക്ക് ഇൻഷാ അല്ലാഹ് എന്തായാലും അവർക്ക് തിങ്കളാഴ്ച എന്തായാലും അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കിട്ടുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഈ മൂടി നമ്മളിങ്ങനെ ഫുള്ള് ഫ്രഷായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ലീക്കാവില്ല കേട്ടോ. അതിന് പേടിക്കേ വേണ്ട. പിന്നെ നമ്മളിത് പിന്നെ മേലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് സ്റ്റിക്കർ അവിടെ നിന്നിട്ട് പറിച്ചാൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മൂടി തുറന്നിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു മൂടിയില്ല. ഈ ഒരു മൂടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ബപ്പട കുത്തി ഉണ്ടാവില്ല, അതിനെക്കൊണ്ട് ചെറുങ്ങനെ തോട്ടം വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതേ ഞാൻ കാണിച്ചാൽ നമ്മളിപ്പോൾ ഈ എണ്ണക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് മൂടി വെക്കും. ഇങ്ങനെ മൂടി വെക്കും. ഈ മൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു തോട്ടം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ അടുപ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ അടുപ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണ വരും. ചെറിയ തോട്ടം വെച്ച് കൊടുക്കുക, കൂടുതൽ എണ്ണ വരും. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ഈ നീലാമ്പരിൻ്റെ പൊടി അടിയിലുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ നമുക്കിങ്ങനെ കുലുക്കിയിട്ട് തേക്കാം, നീലാമ്പരിൻ്റെ പൊടി. അപ്പോൾ നമ്മളെ മുടി നരവരിനെ നല്ലോണം സഹായിക്കും നമുക്ക്. അതാരും മറക്കണ്ട. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, എണ്ണ വാങ്ങുന്ന ആൾക്കാർ അതാരും മറക്കണ്ട. കാരണം നമ്മൾ എത്ര അരിച്ചാലും ഈ നീലാമ്പരിൻ്റെ പൊടി നേരിയ പൊടി ആയാൽ അതെന്തായാലും നമുക്ക് മുഴുവൻ കിട്ടൂല. അത് ഇതിൻ്റെ എണ്ണൻ്റെ അടിയിൽ തന്നെ. അപ്പോൾ അത് എണ്ണൻ്റെ അടിയിലുള്ളിടത്തോളം കാലം ഈ എണ്ണ നല്ലൊരു ബലം വരും. കാരണം അപ്പം നമുക്ക് മുടിക്കിനെ നമ്മൾ നല്ലോണം നമുക്ക് ആ മുടി കറുപ്പ് കിട്ടും. അതാരും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എണ്ണ വാങ്ങുന്ന ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ എണ്ണൻ്റെ അടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഊറി നിന്നില്ലെങ്കിൽ ഈ എണ്ണ നല്ലവണ്ണം കുലുക്കിയിട്ട് നമ്മൾ തേക്കാൻ നോക്കണം. അത് മറക്കറായിരിക്കും. ഇതിപ്പം കംപ്ലീറ്റ് എല്ലാം നിറച്ച് ഇവിടെ വെച്ച് ഇത് കണ്ട ഒരു പൊടി ലീക്കോ കാര്യമോ ഒന്നും ആവില്ല. അതോ നമ്മളിപ്പോൾ ദൂയെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല നിങ്ങളോട് കറാച്ചിയിലേക്ക് കേട്ടോ, എനിക്ക് മറന്നുപോയി. ഞാൻ കറാച്ചിയിലേക്ക് അത് 2 ഉപ്പി കഴിച്ചാൽ അവർക്ക് എങ്ങനെ നമുക്ക് അയക്കാൻ വരെ ഫ്ലൈറ്റിലേക്ക് കൂടി പോകണം പോയി സാധനം. ഇത് നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ബോക്സിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിക്കർ കണ്ടോ. ഇനി ഞാൻ ഈ സ്റ്റിക്കർ മാറ്റം പൊപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മളെ കണ്ണൂരിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ല ഫുഡിൻ്റെ റഷീദ് സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല തലക്ക് മുടിയുടെ മനസ്സേർ എന്ന് പറഞ്ഞാൽ. പിന്നെ അവരെ ഇതിൽ ഇതിൻ്റെ ലാബ് എനിക്ക് മാറ്റിയിട്ട് വേറെ മോഡലാക്കാമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്യണം. പിന്നെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കും സംഭവം. അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ നമ്മൾ ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഡേറ്റ് ഓഫ് കാര്യമെല്ലാം ചെയ്യില്ല, അതിൻ്റെ സ്റ്റിക്കർ വേറെ. അപ്പോൾ ഇത് ഈ ഇത് 250 എണ്ണക്ക് നമുക്ക് ഇതേ രീതിയിൽ ബോട്ടിലാണ് കിട്ടുന്നുള്ളൂ, വേറെ ബോട്ടിൽ കിട്ടുന്നില്ല. ഇനി വേറെ ബോട്ടിൽ വേണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ അവരോട് പറയണം. ഇപ്പം അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഈ രീതി ബോട്ടിലാണ് ഉള്ളത്. ചില സമയം ഞാൻ തന്നെ സ്റ്റിക്കർ എന്ത് ചെയ്യും, തിരിച്ചെല്ലാം ഒട്ടിക്കും. പിന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് തിരിയുള്ളൂ. കാരണം ഇതെല്ലാം ഒറ്റക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചില സമയം എൻ്റെ തല തിരിഞ്ഞു പോകും. അപ്പം ഞാൻ തല താക്കിയിട്ടുള്ള ഒട്ടിക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. കാരണം എൻ്റെ ശ്രദ്ധന തേച്ച് ഇതിൻ്റെ മേലെ ഇരിക്കും. ഞാൻ വേറൊന്നും ചിന്തിക്കൂല. ഇത് ഒട്ടിച്ച് കഴിയുന്നവരെ ഞാൻ ഒന്നും ചിന്തിക്കില്ല. അത് അച്ചാറായാലും എണ്ണയായാലും എല്ലാം അങ്ങനെ. പിന്നെ ഇപ്പം എനിക്ക് എല്ലാം ഒപ്പരാവുന്നില്ല, എണ്ണയും അച്ചാറെല്ലാം ഒപ്പരാവുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട്. പഠിച്ചവൻ്റെ അനുഗ്രഹിച്ചാൽ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്നല്ലാതെ വേറെ ഞാൻ ഒന്നും പറയൂല. അപ്പോൾ ഇനി ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ഈ ഒരു സംഗതിയിൽ ഇങ്ങനെ ഒരു കിച്ചൺ ഞാൻ ആക്കാനോ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ഒരു കിച്ചണെല്ലാം ആക്കി കഴിഞ്ഞിട്ട് എനിക്കൊരു എന്താ പറയുക നല്ലൊരു വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ അതിനൊരു ഭാഗ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കിച്ചൺ എനിക്ക് ഇങ്ങനെ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ കിച്ചൺ ഇങ്ങനെ ആക്കി ആ ലോണ് ഞാൻ എപ്പോഴും എല്ലാ മാസവും ഞാൻ 16-ാം തീയതി വരെ ഞാൻ അടക്കും. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് നേരം പോയി ഇഷാവ് എന്തായാലും എങ്ങനെയെങ്കിലും നാളെ മറ്റന്നാളെ കൊണ്ട് ആ ലോൺ അടക്കണം. ലോൺ നിന്നുപോയ ബുദ്ധിമുട്ടല്ല. ഇഷാവ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എൻ്റെ മക്കളെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയാം, പിന്നെ നിങ്ങളിത് ഒറ്റക്കാണോ ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒറ്റക്കോ ചെയ്യുന്നത്, എൻ്റെ പിന്നെ കൂട്ടിനാരെങ്കിലും ഉണ്ടോയെന്ന്. ഹബ്ബ് സഹായിച്ചിട്ട് ഇതുവരെ ഞാൻ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്തു വന്നു. നാളത്തെ കാര്യം എങ്ങനെയെന്നൊക്കെ പറയാനാവില്ല. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടുതൽ കുറച്ച് ഓർഡർ ഉണ്ടെങ്കിൽ പഠിച്ച അനുഗ്രഹിച്ചിട്ട് ഓർഡർ കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് സഹായത്തിന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. ഒറ്റക്കാവില്ല. അപ്പോൾ ഞാൻ 15 ലിറ്റർ എണ്ണ ഞാൻ ഒറ്റക്ക് ഞാൻ കാച്ചുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ എണ്ണ ഞാനിപ്പോൾ കുറേ ആൾക്കാർ ഷോപ്പിലേക്ക് നിങ്ങൾ തരുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് ആലോചിച്ചില്ല. ഞാൻ എൻ്റെ 2 പേപ്പർ ശരിയാക്കിയിട്ടല്ലേ കൊടുക്കാൻ പറ്റും. ഒരു പേപ്പർ ശരിയായി, പിന്നെ ഒന്നും കൂടി ശരിയാക്കണം. അതും കൂടി ശരിയായി കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാനില്ല. അപ്പം നമ്മളത് എന്നാൽ എതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിനെങ്കിൽ പ്രശ്നം വന്നിനെങ്കിൽ നമുക്ക് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ പേടിക്കണ്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഇൻഷാല്ലാ. ഇനി നമുക്ക് ഇതിലൊരു ഉയർച്ച അള്ള തരാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ രക്ഷപ്പെടും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ആർക്കും മോശമാവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തിരിയില്ലേ. ഈ 55-ാമത്തെ വയസ്സിൽ എൻ്റെ മുടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടി ഞാൻ ആദ്യമേ നല്ലോണം ശ്രദ്ധിക്കും. ഇപ്പം കുറേ ശ്രദ്ധിക്കൽ കുറവാണ്. എന്നാലും ഞാൻ ഈ എണ്ണ ഇടും. എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പോയിട്ട് എൻ്റെ മൂർത്തിയിൽ എണ്ണ ഇടും. പിന്നെ ഞാൻ രാത്രി ആയാലും കുളിച്ചാലും ഞാൻ എണ്ണ തേക്കും. കുളിച്ചാലും ഞാൻ തേക്കും, കുളിക്കും മുന്നേ ഞാൻ തേക്കും. പിന്നെ ഞാൻ 3 ദിവസം കൂടുമ്പോൾ ഞാൻ ഷാമ്പു ഇടും തലക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തലമുടി മണക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഷാമ്പു ഇടും. ആ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഷാമ്പു ഇടുക, തല കഴുകുക, അതല്ല നിങ്ങളിഷ്ടം. പക്ഷെ നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചാൽ മതി, വേറെ ഒരു ഇതുമില്ല. ഷാമ്മ എൻ്റെ മോന് വണ്ടി വെക്കുന്ന ഒച്ചയാന്നേ. അപ്പോൾ ഞാൻ ഈ എണ്ണ മൊത്തം ഞാനിവിടെ ഒട്ടിച്ച് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും മാറിപ്പോയില്ലാന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ ബ്രാഞ്ച് റംലാസ് പിക്കിൾ, റംലാസ് കിച്ചർ, റംലാസ് ഇങ്ങനെ എല്ലാം റംലാസ്. പക്ഷേ ഇതെല്ലാം എനിക്ക് എൻ്റെ സീക്രട്ട് ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഈ പേര് കണ്ടുപിടിച്ചത് ഒരു നെല്ലൂന്നിൽ ഒരു ഫബിന എന്ന് പറഞ്ഞ അവരാണ് എൻ്റെ ഈ പേര് കണ്ടുപിടിച്ചത്. പക്ഷെ അവർ നല്ല ആൾ തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ്. എല്ലാം നല്ല സപ്പോർട്ട് തന്നെ പറഞ്ഞാന്ന് മനസ്സിലാക്കി തന്ന ഒരാളാണ്. അപ്പോൾ ഓളാന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും കുറേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതല്ല പറഞ്ഞത് നമുക്ക് സ്നേഹത്തിന് പണക്കാരൊന്നും പാവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എൻ്റെ എണ്ണ കംപ്ലീറ്റ് ചെയ്യാനിവിടെ അപ്പോൾ 33 ബോട്ടിൽ ഞാനിവിടെ ആക്കീന്. അപ്പം ഇത്ര ബോട്ടിൽ എനിക്ക് ആക്കാൻ പറ്റും. ഇനി എണ്ണ മുഴുവൻ ആക്കണം. ബാക്കിയുള്ള എണ്ണ ഞാൻ ഓർഡർ ഇത് തീർന്നിട്ടാകുമ്പോൾ ഞാൻ മറ്റുള്ള എണ്ണ ഞാൻ പിന്നെ ഓർഡർ ചെയ്യുള്ളൂ, ഇത് പേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഒപ്പരം ഞാൻ പേക്ക് ചെയ്ത് വെക്കൂല. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ കുറേ എണ്ണ അന്നേരം നമ്മൾ അതിൻ്റെ അടിയിലില്ല. എത്ര നമ്മൾ അരിച്ചാലും ഇതിൻ്റെ അടിയിൽ നീലാമ്പരിൻ്റെ പൊടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അന്നേരം പിന്നെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ചില സമയം നമുക്ക് ഇതിലുണ്ടായെങ്കിലൊരു മോശമൊന്നും വരില്ല. കണ്ടെങ്കിൽ ഇതിലുണ്ട് ചെയ്തൊന്നും മോശമൊന്നും വരില്ല. അഥവാ ഇതിൻ്റെ അടിയിൽ നീലാമ്പരിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഇങ്ങനെ കുലുക്കി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ തനക്ക് ഏറ്റവും നല്ലതാണ്. നമ്മളെ മുടി കൂടുതൽ നിലവരുന്നതിന് നമ്മളെ സഹായിക്കും. നീലാമ്പരി നല്ല സംഭവം തന്നെയല്ലേ. അപ്പോൾ നീലാമ്പരിൻ്റെ പൂവ് നമ്മൾ ഈ വീട്ടിൻ്റെ ഒരു അടുത്തുണ്ട്. അവിടെ നിന്ന് ഞാൻ പറിച്ചു കൊടുക്കും. അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല, ഈ മഴയത്ത് ഉണ്ടാകുന്നില്ല. പക്ഷേ അവിടെ ഇനി ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും,
എല്ലാം എടുത്തിട്ട് വെക്കും. അപ്പോൾ ഇത് ഒട്ടിക്കലോ ഇതൊന്നും ഞാൻ ചെയ്യൂല. അങ്ങനെ ഡേറ്റ് ഇട്ട് വെക്കൂല. അപ്പോൾ ഡേറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തിങ്കളാഴ്ച നാളെയോ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ഡേറ്റ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഫുൾ അയച്ചു കൊടുക്കും. ഇന്നലെ എന്നോട് നമ്മൾ അയക്കുന്ന പ്രതിവട്ടം പറഞ്ഞ് റംല ഇതെല്ലാം ഒരു ബോക്സിൽ അയക്കണം. നമ്മൾ അല്ല മെല്ലെ ചെയ്യുക പ്രതിവട്ടം നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ എല്ലാം ഒറ്റയടിക്കാവില്ല, ഇതിങ്ങനെ അങ്ങ് പോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാര്യം നിർത്താൻ പാടില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ വലിയ പൈസ വാങ്ങിയിട്ട് ഒരു ബിസിനസ് നടത്താൻ പാടില്ല. എന്നാലും നമുക്ക് അതിൽ കടം വരും. പക്ഷേ നമുക്ക് കടമില്ല എന്നല്ല, ചെറിയ രൂപത്തിൽ ബാങ്കും കാര്യമായിട്ട് കുറച്ച് കടയിലുണ്ട്. അത് പഠിച്ച റബ്ബ് അനുഗ്രഹിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ കടം, എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കടം പോടും. അത്രയും ഞാൻ പറയും. അല്ലാണ്ട് ഞാൻ ഫുള്ള് ഞാൻ ഗ്യാരണ്ടി പറയില്ല. എനിക്ക് പഠിച്ചവന് ആരോഗ്യ ആഫ്യത്വം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ട് തന്നെ ഞാൻ ഇരുപിച്ചിട്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കടം പോടും. അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എല്ലാവരും എന്നോട് എണ്ണ വാങ്ങി തേക്കുക, എൻ്റെ അച്ചാർ വാങ്ങുക, എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ട് ഞാൻ എനിക്കും വേണ്ടി ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. പഠിച്ച റബ്ബ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കെന്നും നല്ലത് മാത്രം പഠിച്ച റബ്ബ് നമ്മൾ കണ്ണുമ്പ് കാണിക്കട്ടെ. എന്നും നമ്മളെല്ലാ കുടുംബത്തിനും അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നല്ല നല്ല വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞാൻ വരിക. അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് എൻ്റെ ഒരു എണ്ണൻ്റെ ഇങ്ങനെ പേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ ഇത്രയും നല്ല ക്ലിയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു എണ്ണ പേക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് ഓർഡർ വരാം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഉപരിയായിട്ട് നല്ലൊരു മോഡൽ ഞാൻ പേക്കിങ് ചെയ്യും, പേക്കിങ് ആക്കും. ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ വീഡിയോ നിങ്ങളാരും തന്നെ സ്കിപ്പ് ചെയ്യാതെ നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു കമൻറ്റ് തരിക. അതാണ് എനിക്ക് വേണ്ടു. നല്ലൊരു അഭിപ്രായം തരിക. എണ്ണ വാങ്ങി തേച്ച ആൾക്കാർ ഒരു വോയിസ് എങ്കിലും വാട്സപ്പിൽ എനിക്ക് തരിക. പിന്നെ എണ്ണ വേണ്ടുന്ന ആൾക്കാർ എനിക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ഫുള്ള് അഡ്രസ്സ് ഇട്ട് തരിക. ആ അഡ്രസ്സ് പിൻകോഡ് നമ്പർ അടക്കും. ആ അഡ്രസ്സ് പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഓൺലൈൻ അയച്ചു തരും. അപ്പോൾ ഒരു ബോട്ടിൽ നമുക്ക് ഒരിക്കലും കൂടി ഒരു ബോട്ടിൽ എണ്ണക്ക് 400 രൂപ, കൊറിയറിൻ്റെ പൈസ 50 രൂപ. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകണ്ട. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എനിക്കൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. അങ്ങനെ ഗൂഗിൾ പേയും ഫോൺ പേ എല്ലാം ഇതേ നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക, ഇതുപോലെ വാങ്ങുക. എല്ലാവരും ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷത്തിൽ നല്ല തലമുടി